നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 90% മുകളിൽ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് LDF കണക്കുകൂട്ടൽ. നിഷ്പക്ഷ വോട്ടുകളും എം സ്വരാജിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. അമൽനാഥ് പാടിച്ചാൽ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലിലായിരുന്നു മുന്നണികൾ ഒക്കെ തന്നെയും. LDF അത്തരത്തിൽ കണക്ക് കൂട്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം വിജയപ്രതീക്ഷ LDFന് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ എം സ്വരാജ് വിജയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു സ്വീകരണത്തിൻ്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഒക്കെ നടന്ന സ്വീകരണത്തിൽ തന്നെ എം സ്വരാജിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ പലയിടത്തും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അതൊക്കെ വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ LDF ഉള്ളത്. പ്രത്യേകിച്ച് ഈ പാർട്ടി വോട്ടുകൾ അത് 90% മുകളിലും പോൾ ചെയ്യിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നത് LDFന്റെ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷരുടെ വോട്ടുകൾ കൂടുതലായി LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വീകാര്യത തന്നെയാണ് ആദ്യഘട്ടം മുതൽ അദ്ദേഹത്തിന് ലഭിച്ചത്. എല്ലായിടങ്ങളിലും നിഷ്പക്ഷരായ നിരവധി പേരായിരുന്നു എം സ്വരാജിനെ കാണുവാനും അദ്ദേഹത്തെ കേൾക്കുവാനും എത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാരിൽ ഭൂരിപക്ഷവും LDFന് തന്നെയാണ് വോട്ട് ചെയ്ത് എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. ഏകദേശം ഒരു 8000-ഓളം പുതിയ വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗം വോട്ടുകളും എം സ്വരാജിന് തന്നെയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ 2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 5 പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ നഗരസഭയിലും ലീഡ് നേടാൻ വേണ്ടി LDFന് സാധിച്ചിരുന്നു. അതിൽ വഴിക്കടവ്, എടക്കര, പോത്തുകൽ, ഒപ്പം തന്നെ കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF ആണ് ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിലമ്പൂർ നഗരസഭയിലും LDFന് വലിയ ലീഡുണ്ടായിരുന്നു. ഏകദേശം 1500 മുകളിൽ വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. ഇത്തരം ലീഡുകൾ ഇത്തവണയും നിലനിർത്താൻ വേണ്ടി സാധിക്കും എന്ന പ്രതീക്ഷ LDFനുണ്ട്. പ്രത്യേകിച്ച് പോത്തുകൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ LDFന് ലീഡ് നിലനിർത്താൻ വേണ്ടി സാധിക്കും എന്ന പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ LDF വലിയ പ്രതീക്ഷയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം UDFൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ പ്രചാരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ UDFൽ ഉണ്ടായിരുന്നു. അത് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം, ഒപ്പം മറ്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇത്തരത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അതൊക്കെ UDF അനുകൂലികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൻഷൻ വിവാദം അടക്കം UDFന്റെ നേതാക്കൾക്കെതിരെ ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് UDFനെ പ്രതിസന്ധിയിലാക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചില അടിയൊഴുക്കുകൾ UDFൽ നിന്നും ഉണ്ടായേക്കാം എന്ന നിഗമനം കൂടിയുണ്ട്. ഒപ്പം PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അതിൽ ഭൂരിഭാഗം വോട്ടുകളും ഇത്തരത്തിൽ UDFൽ നിന്നാകാം. അത്തരത്തിൽ UDFൽ വോട്ട് ചോർച്ചയ്ക്ക് വലിയ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ LDF വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഒരു 1500-നും 2000-ന്റെയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് വിജയിക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് നിലവിലുള്ളത്. ആര്യ, ശരി. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.